മാതൃഭൂമി മീഡിയ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. പ്രധാന വാർത്തകൾ. കനത്ത സുരക്ഷയിൽ കൊച്ചിയിലെ നവകേരള സദസ്സ്. ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ്. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി എം. ബി. രാജേഷ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് ഗവർണർ പെരുമാറുന്നതെന്ന് മന്ത്രി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇനി വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യാം. സിയാലിന് കേന്ദ്ര സർക്കാരിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടെന്നാരോപിച്ച് SFI പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടഭ്യർത്ഥനയുമായി ആലത്തൂരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എറണാകുളം റോഡ്വേയിൽ. എറണാകുളത്ത് കച്ചവടം നടത്തുന്ന ആലത്തൂരിലെ വോട്ടർമാരെ തേടിയാണ് രമ്യ എത്തിയത്. നവകേരള സദസ്സിന് മുന്നോടിയായി കൊച്ചിയിൽ സുരക്ഷ ശക്തമാക്കി. വേദിക്കരികിൽ പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് MLA-മാർ അടക്കമുള്ളവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു. നവകേരള സദസ്സ് തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാട്ടിലും നടക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മുന്നറിയിപ്പ്. പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണ്. പിണറായി വിജയന്റെ ഒടുക്കത്തെ ജാഥയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. ഏരിയ സെക്രട്ടറി വന്ന് വകുപ്പ് മാറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്തൊരു വിരോധാഭാസമാണ്. ഏരിയ സെക്രട്ടറിയാണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ? കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നഗരത്തിൽ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനവ്യൂഹം കടന്നുപോകുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസ് മുതൽ കോലഞ്ചേരി വരെ റോഡിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച DCC പ്രസിഡന്റും ജനപ്രതിനിധികൾക്കുമെതിരെ കലാപത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. 75 പേരടങ്ങുന്ന സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം. ബി. രാജേഷ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ജോലിയാണ് ഗവർണർ ചെയ്യുന്നതെന്ന് രാജേഷ് കുറ്റപ്പെടുത്തി. കുട്ടികളെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗവർണർ വളരെ വിചിത്രമായ രീതിയിലാണല്ലോ കുറച്ചു കാലമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ അദ്ദേഹത്തെ കോഴിക്കോട് മിഠായിത്തെരുവിൽ അലുവ തിന്നാൻ പോകുന്നതായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ ഗവർണറുടെ പ്രകടനത്തിന് കേന്ദ്രമന്ത്രിയുടെ പക്കമേളം തൊട്ട് പിന്നാലെ വരുമ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിപുലമായ രാഷ്ട്രീയ അജണ്ടയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഗവർണർ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നടത്തുന്ന ഈ നീക്കം അപലപനീയമാണ്. അത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കൽ കൂടിയാണ്. വിദേശയാത്ര പോകുമ്പോൾ മൃഗങ്ങളെയും കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നിനി വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യാം. കേന്ദ്ര സർക്കാരിന്റെ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെയാണ് ഈ സൗകര്യം ലഭ്യമായത്. ലൂക്ക എന്ന ഓമന നായക്കുട്ടി കൊച്ചിയിൽ നിന്ന് ഇന്നലെ ദോഹ വഴി ദുബായിലേക്ക് പറന്നു. ഇനി ലൂക്കയെപ്പോലെ ഓമന മൃഗങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കടൽ കടക്കാം. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെയാണ് വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാൻ വഴി തുറന്നത്. ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ, പ്രത്യേക കാർഗോ വിഭാഗം, കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം, ഫെസിലിറ്റേഷൻ കേന്ദ്രം എന്നിവയെല്ലാം നെടുമ്പാശ്ശേരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ ആഭ്യന്തര റൂട്ടുകളിൽ മാത്രമേ മൃഗങ്ങളെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ളൂ. മൃഗങ്ങളെ കൊണ്ടുപോകാൻ പ്രത്യേകം സജ്ജമാക്കിയ കൂടുകൾ വേണം. വിദേശത്ത് നിന്ന് നേരിട്ട് മൃഗങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനായുള്ള ആനിമൽ വാറന്റൈൻ കേന്ദ്രം പണി പൂർത്തിയായി വരുന്നു. സസ്യങ്ങളും ഫലങ്ങളും ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം സിയാലിന് നിലവിലുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ അടുത്തയിടെ സിയാലിന് അനുമതി ലഭിച്ചിരുന്നു. മൃഗങ്ങളെ കൊണ്ടുപോകാനുള്ളവർ കാർഗോ ഹാൻഡ്ലിംഗ് ഏജൻസികളെയോ എയർലൈൻ കമ്പനികളെയോ ആണ് ബന്ധപ്പെടേണ്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടെന്നാരോപിച്ച് SFI കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു.
തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളത്തെ ബ്രോഡ്വേയിൽ ആലത്തൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കരുത്. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തു നിന്നുള്ള കച്ചവടക്കാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് രമ്യ ഹരിദാസ് എത്തിയത്. ഒപ്പം എറണാകുളത്തെ സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ഉണ്ടായിരുന്നു. ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് എറണാകുളം മാർക്കറ്റിൽ എന്താ കാര്യമെന്നല്ലേ? അത്ര നിസ്സാരമല്ലാത്ത കാര്യമുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളം മേഖലയിലെ 10,000-ഓളം വോട്ടുകളാണ് എറണാകുളം മാർക്കറ്റിലുള്ളത്. മാർക്കറ്റിലെ കുന്നംകുളം കച്ചവടക്കാരും അവിടെ നിന്നുള്ള തൊഴിലാളികളുമെല്ലാമായി. വീടുകളിലെത്തിയാലും ഇവരെയൊന്നും നേരിട്ട് കാണാനാവില്ലെന്നതിനാലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി എറണാകുളം മാർക്കറ്റിലെത്തിയത്. കൊച്ചിയിൽ അവർ താമസിക്കുകയും അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും എല്ലാം ഇപ്പോഴും കുന്നംകുളത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണയും വലിയൊരു ഒരു കരുതലും ഒരു സ്നേഹവും അതെല്ലാം ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി അവർ നൽകുന്നതിന് വേണ്ടി തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കുന്നംകുളത്തെ സ്ഥാനാർത്ഥികൾ എറണാകുളം മാർക്കറ്റിലെത്താറുണ്ട്. 10,000-ഓളം വരുന്ന കുന്നംകുളം വോട്ടുകൾ ഉറപ്പാക്കാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഒരിടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ വേദനയായിരുന്നു ഫൈസൽ. ഒപ്പനയിൽ മണവാളനായി വേഷമിട്ട് മടങ്ങുമ്പോൾ ട്രെയിനിനിടയിൽപ്പെട്ട് കാൽവിരൽ നഷ്ടപ്പെട്ട ഫൈസൽ ആശുപത്രി വിട്ടു. തുടർ ചികിത്സകൾക്ക് ശേഷം സ്പോർട്സിലും കലാരംഗത്തും തുടരാനാണ് താല്പര്യമെന്ന് ഫൈസൽ പറഞ്ഞു. കലോത്സവ വേദിയിൽ മണവാളനായി തിളങ്ങി എ ഗ്രേഡുമായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഫൈസൽ. ഇതിനിടയിലാണ് ട്രെയിൻ അപകടമുണ്ടായത്. 10ാം ക്ലാസ്സുകാരനായ ഫൈസലിന് പെരുവിരൽ നഷ്ടമായി. മറ്റു വിരലുകൾക്ക് പരിക്കേറ്റു. എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ പൂർത്തിയാകുമ്പോൾ ഫുട്ബോൾ താരം കൂടിയായ ഫൈസലിന് ആഗ്രഹം ഒന്നു മാത്രം: മൈതാനത്തേക്ക് ഫുട്ബോൾ തട്ടി തിരികെ എത്തണം. കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് സെലക്ഷനൊക്കെ പോയി അതിൻ്റെ ട്രയൽസ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നോക്കി കയറണം ആണപ്പോൾ ഇങ്ങനെ പറ്റിയത്. ആദ്യം വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, കാറിലെ വിരലൊക്കെ പോയതിൽ. പിന്നെ ഡോക്ടർമാരൊക്കെ മോട്ടിവേഷൻ ഒന്നുമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മുഹമ്മദ് ഫൈസലിനെ ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ച് യാത്രയാക്കി. എനിക്കും പിൽക്കാല ജീവിതത്തിൽ ആത്മവിശ്വാസം പകർന്ന ഒരു ആരോഗ്യ ചികിത്സാ സ്ഥാപനമാണ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. പൂർവ്വസ്ഥിതിയിൽ തന്നെ നടക്കാനും ഓടാനും കഴിയുന്ന അവസ്ഥ വരും എന്നാണ് ഡോക്ടർ ജയകുമാർ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒരു കയ്യടിയോടുകൂടി മുഹമ്മദ് ഫൈസലിന് ആത്മവിശ്വാസം നൽകാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ ഫുട്ബോൾ സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് ആശ്രയമാവുകയാണ് കോച്ച് രവീന്ദ്രൻ. SH അക്കാദമിയുമായി ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായ പരിശീലനവും അക്കാദമി ഒരുക്കുന്നുണ്ട്. കാൽപന്തിന്റെ വസന്തം കുട്ടികൾക്ക് പകർന്നു നൽകിയത് മുൻ ദേശീയ റഫറി K രവീന്ദ്രൻ. കളിക്കളത്തിൽ നിരവധി കുരുന്നുകൾ ബൂട്ടണിഞ്ഞ ആവേശത്തിൽ പന്ത് തട്ടി. 10 വയസ്സുകാരൻ മുതൽ അങ്ങോട്ട് രവിയേട്ടൻ്റെ ശിഷ്യസമ്പത്തിലുണ്ട്. ഇവരെല്ലാവരും രവിമാഷിലൂടെയാണ് കാൽപന്തിൻ്റെ ലഹരി അറിഞ്ഞത്. രവി സാറ് നല്ലോണം പ്രാക്ടീസ് ചെയ്തു. ഈ ഡ്രിബ്ലിംഗ് ഒക്കെ ഷൂട്ടിങ്ങും എല്ലാം നല്ലോണം. പ്ലെയർ മാത്രമല്ലാണ്ട് സാറ് ഞങ്ങളിപ്പോൾ റെഫറി ടെസ്റ്റിന് കിട്ടും. അപ്പോൾ ഞാൻ റെഫറി ടെസ്റ്റ് ചെയ്തി. അങ്ങനെ രവി സാർ കുറേ കാര്യങ്ങൾക്ക് സപ്പോർട്ടാണ്. കളിക്കളത്തിലെത്തുന്ന കുട്ടികൾക്ക് പ്രതീക്ഷയാണ് രവി സാറ്.
സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ട്രെയിനിങ്, അതായത് പക്ഷേ അവർക്ക് ഫുട്ബോളിൽ ക്വാളിറ്റി വേണം, അങ്ങനെ സെലക്ട് ചെയ്ത് ഞങ്ങൾ കുറേ പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വിവിധ ക്ലബ്ബുകൾക്കായി ബൂട്ടണിഞ്ഞ ഇന്നവർ പാറിപ്പറക്കുന്നു. ചില ദിവസങ്ങളിൽ രവിസാറിൻ്റെ ഫോണിൽ സന്ദേശമെത്തും, ഞാൻ ഗോളടിച്ചു, ടീം ജയിച്ചു. ഇതൊക്കെ മതി അവരുടെ ഫുട്ബോൾ ഗുരുവിന് സന്തോഷിക്കാൻ. ജോയ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.